ചേച്ചി നോക്കി. ഞങ്ങൾ ചായ കുടിക്കാൻ പോവായിരുന്നു ഗൈസ്. റെഡി പുറത്ത് ചായ കുടിക്കാൻ പോകുന്നു. ഇവൾ റെഡിയായി മിടുക്കിയായിട്ട് പോകുന്നു. അരുണമായ നോക്കാണ് ഗൈസ്. നമ്മളെന്താ ലുലു മോളിൽ പോവാലോ. എല്ലാവരും റെഡിയാവും. നമുക്ക് ലുലു മോളിൽ പോകണമെങ്കിൽ കണ്ണൻ സാറിൻ്റെ പെർമിഷൻ വേണം. പിന്നെ അത് മാത്രമേ ഉള്ളൂ. ലെറ്ററൊക്കെ എഴുതിയിട്ടേ വരുള്ളൂ. ഇവിടെ വേറെ സാധനമുണ്ട്, കുഞ്ഞു കുട്ടികൾക്ക് സ്പെഷ്യൽ. ഇത് വലിയ ആൾക്കാർക്ക്, ഇത് കുഞ്ഞു കുട്ടികൾക്ക്. കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. 5 4 3 2 1 വന്നിട്ടില്ല. വരട്ടെ भैया ഞങ്ങൾ ഫുഡ് കഴിച്ചു ഗൈസ്. കൃഷ്ണജിക്ക് വലിയ വയറാണ് ഗൈസ്. ഒരു ഫ്രീ ചംചമും കിട്ടി. സൂപ്പർ അല്ലായിരുന്നു? അടിപൊളി നല്ല ഫുഡാണ്. അത് ശരി, അവള് പട്ടിണിയാണെന്നല്ല, കാരണം ട്രെയിനിൽ മൊത്തത്തിൽ പെട്ടി അവള് എനിക്ക് വലിയ വിശന്നില്ല. പക്ഷെ ഉച്ചത്തെ ഫുഡ് ട്രെയിനിൽ ഒന്നാമത്തെ ഒന്നുകൂടി കാണിക്ക്. ഒന്നാമത്തെ ഒന്നുകൂടി മനസ്സിലായില്ലേ എനിക്ക്? കുഞ്ഞി കുട്ടി കുരുത്തക്കേട് ഇംഗ്ലീഷ് അയ്യോ പുലിമാന്തിയാ മലയാളം
നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഗൗഡ അല്ല അത്. ക്യൂട്ട് ഗൗഡയാണ്. ക്യൂട്ട് ഗൗഡ. ഗൗഡേനെ കാണാൻ കൗണ്ടറിലാണ്. ഉണ്ണിമുകുന്ദനാണ് അവിടെ കൗണ്ടറിൽ നിൽക്കണത്. നല്ല ലുക്കുള്ള ഒരു മനുഷ്യൻ. ക്രഷ് അടിച്ചു. കണ്ടപ്പോ ക്രഷ് അടിച്ചു. ഏത് മച്ചാള് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് തന്നു. നല്ല ഭയം ചോദിക്കാം. എന്തെങ്കിലും തരുമെന്നൊക്കെ. ഇന്ന് രാവിലത്തെ സ്വീറ്റ്സ് എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ. ഗൗഡ അതാണ് ഗൗഡ. ഗൗഡ ഓർഡർ അത് വേണ്ട. പറഞ്ഞു ഓർഡർ സ്വീറ്റൊക്കെ തരാൻ പറഞ്ഞു. ഏത് സ്വീറ്റ് വേണ്ടി ചാൻസ് കളഞ്ഞു. ഇന്നലെ ഗുലാബ് ജാമുൻ ഹിന്ദി അറിയാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നു. സകലം എന്തൊക്കെയോ പറയുന്നു. ഇംഗ്ലീഷ് കേട്ടപ്പോൾ ആൾ ഹിന്ദിയിലാണ് മറുപടി പറയുന്നത്. കോമഡി ആക്കുന്നുണ്ട്. കോമഡിയാണ് നമ്മൾ നടക്കുന്നത്. അതിൽ കൃഷ്ണജയുണ്ട്. രാവിലത്തെ ക്ഷീണത്തിന് എല്ലാവരും ഉറങ്ങിപ്പോയി. നമ്മളിവിടെ വെള്ളം കുടിക്കാൻ വന്നതായിരുന്നു. പക്ഷെ എല്ലാവരും ക്ഷീണത്തിൽ ഉറങ്ങി. നമ്മളെ രജിസ്ട്രേഷൻ്റെ സ്ഥലം എല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മൾ ഹാപ്പിയാണ്. കണ്ണീര് തുടച്ചിട്ട് ചേച്ചി നമ്മളെ കോമ്പറ്റീഷനാണെന്ന് ജേഴ്സി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇനോഗ്രേഷൻ സെറമണിക്ക് പോകണം. അത് കഴിഞ്ഞ് വന്ന് പ്രാക്ടീസ് ചെയ്യണം. മന്ത്രം പഠിക്കണം. നമ്മൾ ഇതുവരെ ഒരുമിച്ച് ചെയ്തിട്ടില്ല. അതാണ് ഫാക്ട്. നമ്മൾ എല്ലാവരും ഒന്നിച്ച് ചെയ്തു. പക്ഷെ അത് സംഗീത എക്സാം എഴുതാൻ പോയി. അപ്പം നമ്മൾ 6 ആൾ ഒന്നിച്ച് ചെയ്തിട്ടില്ല. 5 ആൾ മാത്രമേ ഒന്നിച്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ മന്ത്രം വെച്ച് ചെയ്ത് നോക്കണം. നമ്മളെ കോമ്പറ്റീഷൻ കഴിഞ്ഞു. നമ്മൾ ചെയ്തു. ബട്ട് ഓക്കെ നല്ലതായിട്ട് തന്നെ നല്ലത് ചെയ്തു. അതെ, നമ്മളെ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ കിടന്ന് നമ്മൾ നല്ലതായി ചെയ്തു. ക്യാമ്പിലുള്ളതിനേക്കാളും നന്നായി ചെയ്തു. കറങ്ങാൻ പോവാ പാനിപ്പൂരി. അതെ, കിട്ടിയാ കൊള്ളാം. നോക്കി വേഗം വെച്ചു. കഴിക്കുന്ന ഇങ്ങനെ വായിലിടുന്ന വീട്. ഇല്ല, ഇത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തെ കടയ്ക്ക് പോയെ. അതായത് നമ്മൾ ഈ കൈ കൊണ്ടില്ലാക്ക. അപ്പൊ ആ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പോയാൽ മതി. അപ്പൊ സെറ്റ് ആവും. അപ്പൊ എല്ലാവരും കൈ വരും. ഓക്കെ, ഇതിങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെ ഒന്നുകൂടെ സ്റ്റോറേജ് ഇല്ലേ.
ഹായ് ഗായ്സ്, ഞങ്ങൾ ഒരു 8 പേരെ ആദ്യ ആള് പറഞ്ഞു 3 പേരെ കയറാൻ പറ്റുള്ളൂ, 4ാമത്തെ ആളെ കേട്ടില്ല. അതിപ്പോ 8 പേരെ കേട്ടിട്ടോ. എല്ലാരും കഴിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രണ്ട് പൊന്നുണ്ട്. ഞങ്ങളിപ്പോ ഓട്ടോ 8 പേര് ഒരുമിച്ച് 8 പേരെ ഒരു കുഞ്ഞോട്ടോ. ഞാൻ പറ്റുമോ? ഞാനിവിടെ എന്തെങ്കിലും അമൃതേച്ചി ഇവിടെ പോവാൻ എന്റെ പേടി. അമ്മ കൊണ്ടുപോകാൻ അവിടെ ഓപ്പണ അല്ലല്ല എന്റെ ഓപ്പണ അത് ആണോ? ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നടക്കുകയാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കണ്ട് നമ്മൾ നേരെ ഹോസ്റ്റലിൽ പോകുന്നു. നാളേക്കുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. നാളെയും പുറത്തു പോകുന്നു. നാളെയും പുറത്തു പോകുന്നു. നാളെ എല്ലാവർക്കും തെണ്ടുന്നു. ഹാപ്പി ലിവിങ് കാണാനില്ല. നമ്മളിപ്പോൾ എത്തും. നമ്മൾ കയറും. കുറെ ആൾക്കാരോട് തുണിയിൽ കേട്ടിട്ടൊക്കെ ഉണ്ട്. നല്ല കാറ്റുണ്ട്. പക്ഷെ ഇവിടെ അത്ര പ്രശ്നമുണ്ടായി. ലെഗ് വാഷ് കഴിഞ്ഞു. പക്ഷെ കാണിച്ചാൻ പറ്റില്ല അല്ലേ? അതെ, നമ്മൾ ക്യൂവിലിങ്ങനെ പോയി ഇസ്കോൺ നമ്മൾ എത്തും. പക്ഷെ ക്യൂ ഇല്ല. ക്യൂ ഇല്ല. അത് ചാടിപ്പോണു ഒരാള്. ചാടിപ്പോന്നു. കയറാൻ പോകുന്നു ഗൈസ്. കൃഷ്ണജഡുണ്ട്. വെയില് കൊള്ളുമ്പോ നല്ല സുഖമുണ്ടല്ലേ? കയറണില്ലേ? ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ. നമ്പൂരി ചൊല്ല. ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ. ഒറ്റ സ്റ്റെപ്പേ കയറാൻ പാടുള്ളൂ. ഹരേ രാം 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 ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. നമ്മൾ കർണാടക കാണാനില്ല. ആദ്യമായിട്ട് കർണാടകയിലെ ബസ്സിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കണ്ടിടത്തോളം വലിയ കുഴപ്പമൊന്നുമില്ല. എപ്പോ എത്തുമെന്നറിയില്ല. എത്തും പറയണം. ഇവിടെ എല്ലാരും ആധാരം കൊണ്ടാ ബസ്സിൽ കയറിയുള്ളൂ. അതെന്താന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായി. ഓഫീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇവിടെ ഉണ്ടാവില്ല. ഗൗഡച്ചിയുടെ വീട്ടിലാണ് ഗൈസ്. സ്വീറ്റ് ഹോം. We are going to നന്നായിരുന്നു. പോയി നമ്മളിപ്പോൾ ഗൗഡയുടെ കൂടെ എങ്ങോട്ടോ ആശ്രമത്തിക്ക് പോവാണ്. ഗൗഡയുടെ വണ്ടി. നൈസ് എക്സ്പീരിയൻസ്. വണ്ടിക്ക് എന്തൊക്കെ ഇല്ലാത്ത പോലൊക്കെ ഉണ്ട്. നല്ല വിറക്കലുണ്ട്. കൊള്ളാം. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ബാംഗ്ലൂർക്ക് വണ്ടി ഓടിച്ച് പോവാ. ബൈ.
അങ്കിത ലുക്ക് ഹിയർ. വിശപ്പ് അറിയാ പുറത്ത് പൊട്ടി വെക്ക്. കൊറേ ഫുഡ് കഴിച്ചു, എന്തൊക്കെയോ കഴിച്ചു, വയറൊക്കെ ഫുള്ളായി. പിന്നാണ് സാധനം പുള്ളി എന്നിട്ടാണ് പറയാം നമ്മളൊന്നും തിന്നിട്ട് വീട്ടുകാരൊക്കെ കേട്ടിട്ടുണ്ട് ഒരാഴ്ച തിന്നാതെ ഒരു 8 ദിവസം കൊണ്ടാണ്. ബാംഗ്ലൂർ ഭയങ്കര റഷാണ് ഗൈസ്. I thought we can go this hotel. ഞാൻ വിചാരിച്ചു ഞാനേതോ വലിയ യൂട്യൂബറാണെന്ന്. വലിയ യൂട്യൂബർ ഞാൻ അറിയപ്പെടാത്തൊരു വലിയ യൂട്യൂബറാണ്. കുറച്ച് കഴിഞ്ഞ് ഒറ്റയ്ക്കാവും പല പല സ്ഥലത്തായി കഴിഞ്ഞു. അങ്ങനെ 2026